എനിവേ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടാൻ പോകുന്നു. അതുപോലെ തന്നെ അഫ്ഗാൻ സൗത്ത് ആഫ്രിക്കയെ നേരിടാൻ പോവുകയാണ്. മികച്ചൊരു വിജയമാണ് ബംഗ്ലാദേശിനെതിരെ അഫ്ഗാൻ കണ്ടെത്തിയത്. അങ്ങനെയാണ് അഫ്ഗാൻ സെമി ഫൈനലിലേക്ക് കയറുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് അഫ്ഗാന് വലിയൊരു തിരിച്ചടിയാണ് വന്നിട്ടുള്ളത്. എനിവേ അഫ്ഗാനിസ്ഥാൻ മികച്ചൊരു വിജയമാണ് ബംഗ്ലാദേശിനെതിരെ കണ്ടെത്തിയത്. ആ ഒരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ താരമായിട്ടുള്ള നൂർ അഹമ്മദ് 12ാമത്തെ ഓവർ എറിയുന്ന സമയത്തായിരുന്നു അഫ്ഗാന്റെ മറ്റൊരു താരം ഗുൽബാദിൻ നായിബിന് പരിക്ക് പറ്റിയതായി അദ്ദേഹം ഗ്രൗണ്ടിൽ കിടന്നത്. ആ ഒരു സംഭവം സമയം കളയാൻ വേണ്ടി മനഃപൂർവ്വം അദ്ദേഹം കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് ഇപ്പോൾ ICC റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. സോ ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പോകുന്ന 2 മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഷൻ വന്നിട്ടുണ്ട്. സോ ഇത് വലിയൊരു തിരിച്ചടി അഫ്ഗാൻ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ ഒരു ടീമിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ഇന്ത്യൻസ് ലെജൻഡ് ആയിട്ടുള്ള ക്രിസ് ഗെയിൽ ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയുടെ ഈ ഒരു വിജയക്കുതിപ്പ് കാരണമാണ് അദ്ദേഹം ഇന്ത്യയെ പ്രശംസിക്കുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയാണ് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും അതുപോലെ തന്നെ അതിൽ ആർക്കും ഇന്ത്യയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുമാണ് ക്രിസ് ഗെയിൽ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കി, ഇതാണ് യാഥാർത്ഥ്യം, ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ക്രിസ് ഗെയിലിന്റെ വാക്കുകൾ. ഓക്കെ, എനിവേ സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മൈ.